ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് ഗൂഗിൾ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു അടിപൊളി അപ്ഡേറ്റ് ആണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പ്രശസ്തരായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളുടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ഇമേജ് വരും. അതുപോലെ തന്നെ അവരുടെ പല പല പ്രൊഫൈലുകൾ, ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ, ലിങ്ക്ഡിൻ പ്രൊഫൈലുകൾ, അങ്ങനെയുള്ള സമൂഹ മാധ്യമങ്ങളിലെ പ്രൊഫൈലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിളിൽ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു സാധാരണക്കാരൻ പോയിട്ട് അവൻ്റെ പേര് ഗൂഗിളിനകത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും അവിടെ വരാൻ സാധ്യതയൊന്നും ഇല്ല. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഗൂഗിൾ പുതിയൊരു അപ്ഡേറ്റ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്, ഗൂഗിൾ പീപ്പിൾ കാർഡ് എന്നുള്ള പേരിൽ. അപ്പോൾ ഗൂഗിൾ പീപ്പിൾ കാർഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക്, അതായത് പ്രശസ്തനല്ല എങ്കിൽ കൂടി നമുക്ക് ഗൂഗിൾ സെർച്ചിനകത്ത് വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വളരെയധികം എളുപ്പമാണ്. ഇത് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഉപകാരം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പറ്റി മറ്റുള്ളവർ അറിയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഗൂഗിളിലൂടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സോ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളുടെ അഡ്രസ്സോ ഒക്കെ നമുക്ക് ഈ ഒരു ഗൂഗിൾ പീപ്പിൾ കാർഡിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മളൊരു ജോലി അന്വേഷിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്നത് പോലെയുള്ള ജോലികൾ ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് നമ്മളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പിന്നീട് ഉപകാരമാകുന്നത് ഇപ്പം എന്തെങ്കിലും കൺസൾട്ടൻസി ഉള്ളവർ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അവരുടെ ഒരു ഐഡിയ ആയിട്ട് ഇതുപോലെ കാർഡുകൾ ക്രിയേറ്റ് ചെയ്ത് ഇടാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൽ നമ്മളുടെ ഒരു വിർച്വൽ ID കാർഡ്, ആ രീതിയിൽ തന്നെ നമുക്കിതിനെ വിളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കാർഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ കൂട്ടുകാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഓൺ ദ സ്പോട്ടിൽ ഫോണിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു കാര്യം ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ ഫോണിനുള്ളിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന രണ്ട് ആപ്ലിക്കേഷൻസ്, ഇപ്പോൾ എൻ്റെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ജിമെയിലിൻ്റെ ആപ്ലിക്കേഷനും ഒരു ബ്രൗസറും നമുക്ക് ആവശ്യമുണ്ട്. ആദ്യം ചെയ്യേണ്ട കാര്യം ജിമെയിലിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നമ്മളുടെ ഇമെയിൽ ID, ജിമെയിൽ അക്കൗണ്ട് നമ്മൾ ലോഗിൻ ചെയ്ത് ഇടണം. ഇപ്പോൾ ഓൾറെഡി എൻ്റെ ID ഇവിടെ ലോഗിൻ ചെയ്തിട്ടതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യമേ ഉള്ളൂ ആ ഒരു ആപ്ലിക്കേഷനിൽ ചെയ്യാനായിട്ട്. തിരിച്ചു വരിക, ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇവിടെ ഇപ്പോൾ ഓൾറെഡി അത് സെർച്ച് ആയിട്ട് കിടപ്പുണ്ട്. ഇപ്പോൾ ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ആ ഒരു ജിമെയിൽ ലോഗിൻ ആണെങ്കിൽ ഇതായി റൈറ്റ് സൈഡിൽ കാണുന്നത് പോലെ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു സർക്കിളിനുള്ളിൽ കാണുന്നുണ്ട്. ഇതുപോലെ ലോഗിനായിട്ട് കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് ഈ ഒരു സെർച്ചിൽ വന്നിട്ട് ആഡ് മീ ടു സെർച്ച് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മളുടെ അക്കൗണ്ടിൻ്റെ ആ ഒരു ഓപ്ഷൻ ഫസ്റ്റ് ടൈറ്റിലായിട്ട് വരും. അതിനകത്ത് നമ്മളുടെ പ്രൊഫൈൽ പിക്ചറൊക്കെ കാണിക്കുന്നുണ്ട്. ആഡ് യുവർ സെൽഫ് ടു ഗൂഗിൾ സെർച്ച്, ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളിടത്ത് കൊടുക്കുക. ക്രിയേറ്റ് എ പബ്ലിക് പ്രൊഫൈൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഇനി നമ്മൾ നമ്മുടെ എന്തൊക്കെ കാര്യങ്ങളാണോ മറ്റുള്ളവരുടെ മുൻപിലേക്ക് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഗൂഗിളിലൂടെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതെല്ലാം ഓരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക. പേരവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. നമ്മളുടെ ജിമെയിൽ അക്കൗണ്ടിൽ നിന്ന് പേര് വരും, ആ ഒരു പ്രൊഫൈൽ പിക്ചറും വരും. ലൊക്കേഷൻ കൊടുക്കാം, അതുപോലെ നമ്മളുടെ ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് അബൌട്ടിൽ കൊടുക്കാം, ജോലി കൊടുക്കാം, വർക്ക് കൊടുക്കാം, എഡ്യൂക്കേഷൻ കൊടുക്കാം, ഇനി എവിടെയാണ് താമസിക്കുന്നതെന്ന് കൊടുക്കാം, സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. സോഷ്യൽ പ്രൊഫൈൽസ് ആയിരിക്കുമല്ലോ എല്ലാവർക്കും കൂടുതലായിട്ടുള്ളത്. അത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കിനും ഇതുപോലെ സോഷ്യൽ പ്രൊഫൈലിന് വരും. ഞാനിത് സെലക്ട് ചെയ്യുമ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിൻ, യൂട്യൂബ് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബ് എന്ന് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് youtube.com എന്ന് വന്നിട്ടുണ്ട്. അവിടെ എൻ്റെ ചാനലിൻ്റെ പേര് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് എൻ്റെ ചാനലിൻ്റെ ആ ഒരു URL എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു URL നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ട് ഇവിടെ സേവ് എന്ന് കൊടുക്കുക. സേവ് കൊടുക്കുന്നതിന് മുൻപ് ഇനി ഫേസ്ബുക്കൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് അനദർ പ്രൊഫൈലിന് കൊടുക്കുക. അതിൻ്റേതും ഈ പറയുന്നത് പോലെ ലിങ്കൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക, സേവ് കൊടുക്കുക. ഇതുപോലെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എബൌട്ട് സെക്ഷന്, ഒക്കുപ്പേഷന്, എഡ്യൂക്കേഷൻ, ഹോം ടൗൺ, ഇമെയിൽ അഡ്രസ്സ്, സോഷ്യൽ പ്രൊഫൈൽ ഞാനിപ്പം യൂട്യൂബ് മാത്രമേ ആഡ് ചെയ്തുള്ളൂ. അതുകൊണ്ട് ആ യൂട്യൂബ് അവിടെ കാണിക്കുന്നുണ്ട്. താഴേക്ക് ഇനി വെബ്സൈറ്റും ഫോൺ നമ്പറൊക്കെ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ബിസിനസ് ഫോൺ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. പേഴ്സണൽ നമ്പർ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് ആദ്യം തന്നെ എല്ലാ കാര്യങ്ങളും കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രിവ്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഈ രീതിയിലാണ് എൻ്റെ ഈ ഒരു കാർഡ് ഇവിടെ ആഡായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ വേറൊരാൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് ഈ രീതിയിൽ കാർഡ് കാണിക്കും. താഴെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ടുള്ള മെയിൽ, യൂട്യൂബ്, ഫേസ്ബുക്കൊക്കെ കൊടുത്താൽ അങ്ങനെ, ഇൻസ്റ്റാഗ്രാം കൊടുത്താൽ അങ്ങനെ, അതിൻ്റെ എല്ലാ ഐക്കൺ അവിടെ വരുന്നതായിരിക്കും.
സേവ് എന്ന് കൊടുക്കുക. സക്സസ് എന്ന് കാണിച്ചിട്ടുണ്ട്, വ്യൂ സെർച്ച് കാർഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇതുപോലെ ആയിരിക്കും എൻ്റെ ഈ ഒരു കാർഡ് വന്നിരിക്കുന്നത്. ഇനി എന്നെ ഗൂഗിളിൽ ഡിസ്പ്ലേ ചെയ്യിക്കുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഗൂഗിൾ എടുത്തിട്ട് എൻ്റെ നെയിം അങ്ങ് കൊടുക്കുക. കണ്ടില്ലേ, എൻ്റെ നെയിം കൊടുത്തിട്ട് സെർച്ച് ചെയ്തപ്പോഴത്തേക്കിന് ആദ്യം തന്നെ അതാണ് വന്നത്. നമ്മളാ കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും അവിടെ ഇതുപോലെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. വളരെ നല്ലൊരു ഫീച്ചറാണ്. കാരണം നമുക്കൊരു പബ്ലിക് ഇമേജ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ, ചെറുകിട ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഇത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്ത് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും എത്തിച്ചു കൊടുക്കുക. എല്ലാവർക്കും ഗൂഗിളിലേക്ക് വരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഈ വീഡിയോയുടെ തൊട്ട് താഴെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതുവരെയും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയൊരു കണ്ടൻറ്റുമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.